ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിനുള്ള കറികൾ ഉണ്ടാക്കിയാലോ. നല്ല നാടൻ അയിലക്കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. കറിക്ക് ആവശ്യമായ തേങ്ങ ചിരകിയെടുത്ത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഈ അരപ്പ് നമുക്ക് നേരിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കാം. അതിനായി സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടി വെച്ച് ചട്ടിയിലേക്ക് അരപ്പൊഴിക്കാം. അരപ്പിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പും മുളകും കൊടംപുളിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അയലക്കറി ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. മുളക് പൊടിക്ക് കുറച്ച് കളർ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷെ നല്ല എരിവാണ് കേട്ടോ. ഈ അരപ്പ് ഇങ്ങനെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മീൻ പൊടിഞ്ഞു പോവാതെ നോക്കണം. അതിനുശേഷം ഒന്ന് മൂടി വെക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറി. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുകൂടാതെ ഇഞ്ചിയും കുഞ്ഞുള്ളിയും കൂടി ചതച്ചതും അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് തിളപ്പിക്കുക. കറി പാകമായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മുടെ കറി റെഡിയായി. അതിനുശേഷം മൂടി വെച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയില ഫ്രൈ ആണ്. അതിനു വേണ്ടി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിക്കുക. ഇത് മുളക് പൊടി, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് മാരിനേറ്റ് ചെയ്ത അയിലയാണ്. അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എണ്ണയിൽ. അയില ഫ്രൈ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ വശം ഫ്രൈ ചെയ്യാനായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അയില ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് തോരനാണ്. അതിനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളിയും മുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായി വഴണ്ട് വന്നതിന് ശേഷം ക്യാരറ്റ് ഇതുപോലെ ചീകിയെടുത്തത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ക്യാരറ്റ് ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകിയത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, എരിവ് ഇഷ്ടമുള്ള ആൾക്കാർ മുളക് പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് തന്നെ ധാരാളം. മുളക് പൊടി ചേർക്കുക. അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ചാൽ നമ്മുടെ കറി റെഡി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചക്കത്തെ കറികൾ. അയിലക്കറി, ക്യാരറ്റ് തോരൻ, അയില ഫ്രൈ, പിന്നെ സ്പെഷ്യലായിട്ട് അമ്മ ഉണ്ടാക്കിയ കോവയ്ക്ക ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.